ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം ക്ലീനിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വരെ ചെയ്ത വീഡിയോസിൽ ക്ലീനിങ് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാം കുറേ പേർക്ക് അതായിരുന്നു ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ വോട്ടിംഗ് ഒക്കെ ചെയ്തൊരു 650 ആളുകളോളം വോട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് ക്ലീനിങ് വീഡിയോ വേണം എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോകണേ. കിച്ചൺ ഇത്തിരി വൃത്തികേടായിട്ട് കിടക്കണേ. 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുക. കാരണം ആദ്യത്തെ പാർട്ടിലെ പണികൾ തന്നെ ചെയ്ത് വന്നപ്പോൾ വയ്യാതെയായി. അപ്പോൾ എൻ്റെ ക്ലീനിങ് ടൂൾസ് ഫുള്ള് ഇത് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓരോ പഴയ വീഡിയോസിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റൗ ക്ലീനിങ് ആണ്. ആദ്യം സ്റ്റൗ ക്ലീനിങ് അല്ല, സ്റ്റൗവിൻ്റെ കുറച്ച് പാർട്സ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ്, അത് കഴുകാൻ വേണ്ടിയിട്ട്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബർണറും ഊരിയെടുത്തു, അതിൻ്റെ ഗ്രില്ലും ഊരിയെടുത്തു. ആ ഗ്രില്ലുകളുണ്ടല്ലോ അത് ഞാൻ ബക്കറ്റിൽ നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ പാത്രം കഴുകാൻ ലിക്വിഡ് ഒഴിച്ചിട്ട് ഈ ഗ്രില്ലുകൾ അതിലിട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക റിങ് പോലെ അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല, ആ സംഭവം കൂടി വെച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു ചെറിയ ബൗളിൽ ചൊറുക്ക അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചിട്ട് അതിൽ ഈ ബർണർ മാത്രം അതിലിട്ട് വെക്കുകയാണ്. അപ്പം ഈ പണി മാത്രം ഇപ്പോൾ സ്റ്റൗ ക്ലീനിങ് ഇപ്പോൾ ചെയ്യണുള്ളൂ. ഇതിന് ശേഷം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗവിൻ്റെ ഈ ബർണറും അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ക്വിക്കായിട്ടുള്ളൊരു കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടൊരു സ്ക്രബ്ബറും പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിക്കണേ. പിന്നെ ഫ്രിഡ്ജിൽ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനീഗറും വെള്ളം കൂടി മിക്സ് ചെയ്ത് അത് വെച്ചിട്ടാണ് സ്പ്രേ ചെയ്തിട്ടാണ് വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനുള്ള പാർട്സ്. ഇനി നന്നായി സ്ക്രബ് ചെയ്ത ശേഷം ഈ പാത്രം ലിക്വിഡ് വെച്ചിട്ട് ഈ സ്പോഞ്ചോട് സ്ക്രബ് ചെയ്ത ശേഷം ഒരു നന്നായിട്ട് ഉണങ്ങിയൊരു തുണി വെച്ച് നന്നായി വൈപ്പ് ചെയ്തെടുക്കണം. അത്രേ ചെയ്യണുള്ളൂ. അപ്പം ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങിയാലോ. അപ്പം ഇനി ഉള്ളിലുള്ള ട്രേകളൊക്കെ നന്നായിട്ട് പാത്രങ്ങൾ ലിക്വിഡ് വെച്ച് നന്നായി സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യാണ്. ഞാൻ ഫ്രിഡ്ജിനുള്ളിൽ ഫ്രിഡ്ജ് ലൈനർ ഉപയോഗിക്കുന്നില്ല, മുൻപ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഫ്രിഡ്ജ് മേടിച്ച സമയത്ത് അതുമ്പോൾ എഴുതിയിട്ട് കണ്ടു മാനുവലിൽ ലൈനർ ഒന്നും ഉപയോഗിക്കരുത്, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഇത്തിരി അഴുക്ക് പിടിക്കുന്നുണ്ട് പെട്ടെന്ന്. അപ്പം എന്തായാലും ഇനി വേഗം തന്നെ അത് കഴുകിയെടുക്കട്ടെ. അപ്പം ഇനി ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ ഞാൻ വെള്ളവും വിനീഗറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അത് വെച്ച് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്യാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഐറ്റംസ് ഒക്കെ തിരിച്ചു വെക്കുകയാണ്. മറ്റ് ട്രേകളൊന്നും ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടില്ല, അതൊന്ന് നന്നായി തുടച്ച ശേഷമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോളെ കൊണ്ട് അത് തുടപ്പിച്ച് വെക്കുകയാണ്. കാരണം അപ്പോൾ നമുക്ക് കുറേ പണിയുണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു ഹെൽപ്പ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും അവളതൊക്കെ തുടച്ച് വെക്കുമ്പോഴേക്കും എനിക്കുള്ള പണി എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ഫ്രിഡ്ജിലുള്ള ഐറ്റംസിലൊക്കെ എന്തെങ്കിലും കേടായിട്ടുണ്ടെങ്കിലും പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റലാണ്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞു. ഇനി ഇത് വേഗം തന്നെ ഫുൾ സെറ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പം ഇനി ഫ്രിഡ്ജിൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന കൂടി കാണിച്ചു തരാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ മിക്സിയിൽ അടിച്ചിട്ട് ഉപ്പിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. അത് രണ്ടും ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിൽ വെക്കുന്ന ഐറ്റംസ് ഐസ് ട്രേ അതൊക്കെയാണ്. പിന്നെ മസാല പാക്കറ്റുകൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കേടാവാതിരിക്കാൻ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഫ്രിഡ്ജിലാണ് വെച്ച് സൂക്ഷിക്കാറ്. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴെ നിങ്ങൾക്ക് കാണാം വെളുത്തുള്ളിയൊക്കെ അല്ലി അടർത്തിയിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു ബോക്സിൽ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ടുണ്ട്. അച്ചാർ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഏറ്റവും താഴെയുള്ള ഷെൽഫ് വരെ. പിന്നെ ഇപ്പുറത്തെ വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയുള്ള ആ വലിക്കുന്ന ഷെൽഫിൽ സാധാരണ വെജിറ്റബിൾസ് വെക്കാന്ന് പറയാം. ഞങ്ങളുടെ വീട്ടിൽ ഉണക്കമീനും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. കാരണം പുറത്തേക്ക് പെട്ടെന്ന് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഐറ്റംസ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അധികം ഐറ്റംസ് ഇല്ല. വെജിറ്റബിൾസ് ഒക്കെ ഏറ്റവും മുകളിലുള്ള ട്രേയിലാണ് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതുപോലത്തെ ഈ നെറ്റിൻ്റെ ബാഗിലാണ് വെജിറ്റബിൾസ് ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കാര്യം പറയാനുള്ളത്, ഇതിനുള്ളിൽ പിന്നെ ഐറ്റംസ് കുറവായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ക്ലീനിങ്ങിന് ദിവസം സെലക്ട് ചെയ്തത്. കാരണം ഇനിയും ഫുഡിൻ്റെയും അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്താ പറയുക ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും. പിന്നെ നാരങ്ങ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ തൊണ്ട് അപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. നാരങ്ങ തൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ നല്ല പൊട്ട സ്മെല്ല് ഉണ്ടാവില്ല, നല്ല സ്മെല്ല് എനിക്കറിയില്ല. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ നമ്മൾ അത് ക്ലീനിങ്ങിനും ഒക്കെ നമുക്ക് നാരങ്ങയുടെ തൊണ്ട് യൂസ് ചെയ്യാം. പിന്നെ പുറത്ത് ഫ്രിഡ്ജിൻ്റെ ഒരു മാഗ്നറ്റിക് ബോർഡാണ് വെച്ചിരിക്കുന്നത്. അതുമ്മേ ഒരു നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ പോകണമെങ്കിൽ എഴുതാനൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ തുണി ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും കൈ പിടിക്കുന്ന ഭാഗത്ത് ഫ്രിഡ്ജിൻ്റെ അവിടെ പാട് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു തുണി അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞു. ഇനിയുള്ള പണി എന്ന് പറയുന്നത് സ്റ്റൗ ക്ലീനിങ് ആണ്. അപ്പോൾ എന്തായാലും സ്റ്റൗ ക്ലീനിങ്ങിലേക്ക് പോവാം. സ്റ്റൗ ക്ലീനിങ്ങിന് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡയും അതുപോലെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കണ്ടാൽ മതി, ഇതിൽ ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും വേഗം തന്നെ നേരത്തെ ഗ്രില്ലുകൾ നമ്മൾ ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴുകണം. അത് മാത്രമല്ല ചൊറുക്കയിൽ ഇട്ട് വെച്ചിരുന്ന ആ ബർണർ ഉണ്ടല്ലോ, അത് ഒരു മെറ്റൽ ബ്രഷ് ഉപയോഗിച്ച് നന്നായി സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി തന്നെ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കിനി വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ബർണറിനെ ഞാൻ ചൊറുക്കയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വിനീഗറിൽ, അത് ഒരു മെറ്റൽ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യാണ്. ഇപ്പം നല്ല കളറായിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം മുഴുവൻ ഇടാണെങ്കിൽ ഇനിയും കളർ വരും. പക്ഷേ നമ്മൾ കത്തിച്ച് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കറുപ്പ് നിറം ആയി തുടങ്ങും. പക്ഷേ ബർണറിൻ്റെ ഉള്ളിലെ അഴുക്കുകൾ അതൊക്കെ പോകാനും നല്ല ക്ലീൻ ആവാനും ഇത് ചെയ്യുന്നത് നല്ലതാണ്. കളർ എപ്പോഴും അതുപോലെ ഇരിക്കണമെന്നില്ല. ഇനി ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് ഞാൻ സ്റ്റൗ നന്നായി ക്ലീൻ ചെയ്യണം. ഞാൻ മുൻപും കാണിച്ചിട്ടുണ്ട്, മുൻപ് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പേസ്റ്റ് വെച്ചിട്ട് തന്നെ സ്റ്റൗ ക്ലീൻ ചെയ്യാണ്. ഗ്ലാസിൻ്റെ ഭാഗത്ത് ക്ലീൻ ചെയ്യേണ്ട കേട്ടോ. പിന്നെ ചെറിയൊരു ബ്രഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അതിൻ്റെ നോബുകളുമൊക്കെ നന്നായി ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇനി ഈ ബർണർ നന്നായി ഉണങ്ങിയ ശേഷം ഇതിനുള്ളിൽ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒന്ന് കത്തിച്ചും കൂടി നോക്കാം. ചിലപ്പോൾ കത്തിച്ച ശേഷം കത്തണമെന്നില്ല, കാരണം വെള്ളമൊക്കെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബർണർ കത്തില്ല. പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ വെള്ളം പോയി കഴിയുമ്പോൾ അത് കത്തിക്കോളും. ഇപ്പോൾ ഞാൻ എന്തേ കത്തിച്ച് നോക്കിയപ്പോൾ ചില ബർണറിൽ നിങ്ങൾക്ക് കാണാം ചില ഹോൾസിൽ കൂടെ ഒന്നും എന്താ പറയുക തീ വരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഇത്തിരി കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കണ്ട. ഇനിയുള്ളത് മിക്സി ക്ലീനിങ് ആണ്. അപ്പോൾ മിക്സി ക്ലീനിങ് ജസ്റ്റ് ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ട് അതിൽ ഇത്തിരി പാത്രങ്ങൾ ലിക്വിഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം, അത്രേ ചെയ്യണമല്ലോ. ബേക്കിംഗ് സോഡയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യണം. അത് മാത്രമല്ല ചെറിയൊരു ഇയർബഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ഗ്യാപ്പുകളിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ അതാണ് ഞാൻ ഉള്ളിലൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാറ്. പിന്നത്തെ കാര്യം വെള്ളം അങ്ങനെ ഉപയോഗിക്കരുത്, അതിൻ്റെ മോട്ടറിൻ്റെ ഉള്ളിലൊക്കെ പോയ കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ട് ഇതുപോലെ സ്ക്രബ് ചെയ്തെടുത്തിട്ട് ഒരു തുണി വെച്ച് വൈപ്പ് ചെയ്താൽ മതി, നല്ല വൃത്തിയാവും. സ്റ്റൗ ക്ലീൻ ചെയ്തു, മിക്സി ക്ലീൻ ചെയ്തു, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു. ഇനി ഞാനിന്ന് ക്ലീൻ ചെയ്യുന്നത് കൗണ്ടർ ടോപ്പ്, അതായത് പിന്നെ സിങ്കും. അവിടെയുള്ള ഐറ്റംസ് എടുത്തിട്ട് അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് സിങ്കും കൂടി ക്ലീൻ ചെയ്താലാണ് ഇന്നത്തെ എൻ്റെ ക്ലീനിങ് കഴിയുള്ളൂ. ക്യാബിനറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യണില്ല, ഇത് കഴിഞ്ഞോട് കൂടി വയ്യാണ്ടാവും, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ താഴ്ത്തിക്ക് എടുത്ത് വെച്ചു. എൻ്റെ അവിടുത്തെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് മാറ്റാൻ പറ്റില്ല, അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അതൊന്നും സ്ഥിരമായിട്ടൊന്നും മാറ്റാൻ പോകണില്ല, പക്ഷേ ഒക്കെ താഴ്ത്തിക്ക് വെച്ചിട്ട് ഇനി ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇനി അവിടെയുള്ള ഐറ്റംസ് ഒക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ഇനി അതിലേക്ക് പോകാൻ എന്തായാലും
ഇനി കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം അത് തന്നെ 1/2 കപ്പ് ചൊറുക്കിയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുള്ള സ്പ്രേയും. അത് മാത്രമല്ല ഇതുപോലത്തെ സ്ക്രബ്ബർ ഞാൻ അതിൻ്റെ റിവ്യൂ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് എന്താ പറയുക കിച്ചൻ്റെ ടൈലും കൂടി ക്ലീൻ ചെയ്യാണ്. പാത്രം കഴുകുന്ന ലിക്വിഡ് വെച്ചിട്ട് തന്നെ അതും ചെയ്യണേ. ആ ടൈല് നന്നായി സ്ക്രബ് ചെയ്യാണ്. അത് മാത്രമല്ല കൗണ്ടർ ടോപ്പിലും അഴുക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഈ വിനീഗറിൻ്റെ സ്പ്രേ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആ ജോലിയിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു 3 തട്ടുള്ള സ്റ്റാൻഡ് മസാലയൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡാണ്. അതുമ്മേ എന്താ പറയുക നേരത്തെ കാണിച്ച വിനീഗറിൻ്റെ സ്പ്രേ വെച്ചിട്ട് തന്നെയാണ് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്തു. ഇനി കിച്ചണിലെ സിങ്ക് ബേക്കിംഗ് സോഡയും ആ പാത്രം ലിക്വിഡ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നല്ല ഷൈനിങ് കിട്ടും കേട്ടോ. അത് വെച്ച് ചെയ്ത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇനി ഐറ്റംസ് ഒക്കെ തിരിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുകയാണ്. അപ്പം ഞാനെന്ന് വിചാരിച്ച ക്ലീനിങ് ഫുള്ള് കഴിഞ്ഞു. മിക്സി, സ്റ്റൗവ്, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ്, സിങ്ക്, ഫ്രിഡ്ജ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി അടുത്ത ദിവസം ചെയ്യണമല്ലോ. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ചിടാണ്. അപ്പോൾ ക്യാബിനറ്റ്സിൻ്റെ ഉള്ളിലാണ് ഇനി ക്ലീനിങ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നത്തേക്ക് ഇത് മതി. ഒരു 1.5 മണിക്കൂറോളം എടുത്തു ഇത് ക്ലീൻ ചെയ്യാൻ. 2 മണിക്കൂറോളം എടുത്തു ഷൂട്ടിംഗ് അടക്കം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ വയ്യാതെ ആയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിർത്താണ്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ മുടക്കുള്ളൊരു ദിവസം ഒരു 1.5 മണിക്കൂർ ഇത്രയും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്ക്. അപ്പോൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വൃത്തിയിൽ വീടിടാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പിന്നീട് അത് വൃത്തിയേടാക്കാൻ തോന്നില്ല. ഇതുപോലെ തന്നെ വീണ്ടും പഴയ പോലെ ആക്കാൻ വേണ്ടി നമുക്കൊരു ആഗ്രഹം വരും. മാത്രമല്ല നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ബാക്കിയുള്ള ജോലികൾ ചെയ്യാനൊക്കെ നല്ലൊരു എന്താ പറയുക സന്തോഷവും ഉഷാറൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ക്ലീൻ ചെയ്തൊക്കെ ജസ്റ്റ് കിച്ചണിൻ്റെ ഒരു ഞാൻ ചെയ്തതൊക്കെ ജസ്റ്റ് കാണിച്ചു തരാണ്. കൗണ്ടർ ടോപ്പിലൊക്കെ ഇത് സ്പൂണുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റംസൊക്കെ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എടുക്കാൻ എളുപ്പത്തിന് ഷെൽഫിലല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സിങ്ക്. അവിടെ പാത്രങ്ങൾ ലിക്വിഡ് സ്ക്രബ്ബർ അതൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ സ്റ്റാൻഡ് പോലെയുള്ള ഈ സോപ്പ് വയ്ക്കുന്ന ട്രേ ഉണ്ടല്ലോ അതിലാണ് വെച്ചിരിക്കുന്നത്. ആ സ്റ്റീൽ സ്ക്രബ്ബർ മാത്രം വേറെ വെച്ചിരിക്കുന്നത്. കാരണം അത് ഇതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക ചീത്തയാവും അതുകൊണ്ട്. പിന്നെ പ്ലേറ്റിൻ്റെ സ്റ്റാൻഡ് അങ്ങനെ ഐറ്റംസ് ഒക്കെ വെച്ച് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക വൃത്തിയായിട്ട് നന്നായി വൃത്തിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊപ്പം മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ.